അത് നടന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടിലൊന്ന് അവിടെ നടന്നേനെ. ഇന്നിങ്ങനെ നമ്മൾ ഇരിക്കേണ്ടി വരില്ലായിരുന്നു, ഉറപ്പായിട്ട് വരില്ലായിരുന്നു. പക്ഷേ ഈ MO2 ജെട്ടി പ്രതിക്കിടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്ന് പറയുന്നു. അത് കോടതിയിൽ വെച്ച് എങ്ങനെയെങ്കിലും രൂപഭേദപ്പെടുക എന്ന് പറയുന്നത് അൺതിങ്കബിളാണ്. അങ്ങനെ തന്നെ ഞാനും വിശ്വസിച്ചു പോകുന്നു. ഇതുവരെ ഹൈക്കോടതിയിൽ ഇത് ഇട്ടുനോക്കി യോജിക്കുന്നില്ല, അങ്ങനെ ഈ കേസ് വിട്ടുപോയി എന്ന് പറയുന്നത് വരെ അപ്പം തന്നെ ഞാൻ പറയും ഇതിൽ എന്തോ തിരിമറി നടന്നിട്ടുണ്ട്, ഈ തിരിമറിയെക്കുറിച്ച് അന്വേഷിക്കണം. അവരെ വളരെ ക്ലെവറായിരുന്നു, കണ്ണിങ് ആയിരുന്നു. ക്ലെവർ എന്ന് പറഞ്ഞാൽ അവർ പ്ലാൻഡ് ആയിരുന്നു, കണ്ണിങ് ആണ്. അതിൽ അവരുടെ കണ്ണിങ്നെസ് ആണ് അതിൽ കാണുന്നത്. പിന്നീട് ഹൈക്കോടതി പോകുമ്പോൾ സാന്നിധ്യം അവിടെ ഇല്ല. എന്റെയോ മറ്റ് സാക്ഷികളുടെയോ സാന്നിധ്യം അവിടെ ഇല്ല. അപ്പോൾ അവിടെ വെച്ച് അത് ഇടിവിച്ചു. അവരുടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആവശ്യപ്പെട്ടു. അനിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ഇവിടുന്ന് ഇയാൾ രക്ഷപ്പെട്ട ഇതെല്ലാം കാണിച്ച് നമ്മളെ കൊഞ്ഞനം കുത്തിയിട്ട് അയാൾ ആ രാജ്യത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ എന്തായിരിക്കും? ഇതെല്ലാം ഈ കേസ് എഴുതി തള്ളുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പക്കലുണ്ട്. ഇത്രയും ഉണ്ടായിട്ടാണ് അദ്ദേഹം അന്ന് എഴുതി തള്ളിയത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാത്തത് മരിച്ചുപോയ ആളിനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് മാത്രമാണ്. ലോകത്തൊരിടത്തും നടന്നിട്ടില്ലാത്ത തരത്തിലൊരു ക്രൈമാണല്ലോ ഈ തൊണ്ടിയായ അടിവസ്ത്രം കോടതിയിൽ നിന്ന് എടുത്ത് വെട്ടിത്തേച്ച് ചെറുതാക്കി തിരികെ അവിടെ കൊണ്ട് വയ്ക്കുന്നു, വിചാരണ നടക്കുന്നു, പ്രതി രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത്. ഇതിൽ പക്ഷേ ഈ ഹൈക്കോടതിയിൽ വെച്ചാണ് ഇടിയിച്ചു നോക്കി ചേരുന്നില്ല എന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അവിടെ വെച്ചല്ലല്ലോ ഇവർ ഇത് വെട്ടിത്തേച്ചത്. വിചാരണയ്ക്ക് മുമ്പ്, ട്രയൽ കോർട്ടിലെ വിചാരണയ്ക്ക് മുമ്പേ ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അവിടെ വെച്ച് ഇതാരും അറിഞ്ഞില്ല? സാർ തന്നെയും അത് അറിഞ്ഞില്ല, അവിടെ വെച്ച് മനസ്സിലായില്ല. അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പാർട്ടാണ്. നമുക്കത് പറഞ്ഞു തുടങ്ങാം. അനിൽ, അത് വളരെ ശരിയാണ്. അതായത് ഈ ട്രയൽ കോർട്ടിൽ വെച്ച് ഇങ്ങനെയൊരു ചോദ്യം, അതായത് അടിവസ്ത്രം ഈ എനിക്ക് തോന്നുന്നു കുഞ്ഞിരാമ മേനോൻ അവറുകളാണ് ഇതിൻ്റെ അഭിഭാഷകൻ. അദ്ദേഹമാണ് ഇവിടുത്തെ സെഷൻസ് കോർട്ടിൽ വെച്ച് ഇപ്രകാരത്തിലൊരു ചോദ്യം എന്നോട് ചോദിച്ചത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ചോദിച്ച ചോദ്യം, മാഷേ ഈ MO2 ജെട്ടി പ്രതിക്കിടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും ശരിയല്ല. കാര്യം ഈ പ്രതിയുടെ ശരീരത്തിൽ നിന്ന് ഊരി വാങ്ങിയ ജെട്ടിയാണ്. ഇത് തീർച്ചയായിട്ടും പ്രതിക്ക് ഇടാനാകും. അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന്, ഞാൻ ഇടിവിച്ച് നോക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇത് പറയാനുള്ള കാര്യം രണ്ടാണ്. ഒന്ന്, നമ്മുടെ കോൺഫിഡൻസ്. നമ്മൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഊരി വാങ്ങിക്കുന്ന സാധനം വീണ്ടും ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല, ശരിയല്ലേ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉയരും. പിന്നെ രണ്ടാമത്തെ സംഗതി, കോടതിയിൽ ഭദ്രമായി നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് അത് കോടതിയിൽ വെച്ച് എങ്ങനെയെങ്കിലും രൂപഭേദപ്പെടുക എന്ന് പറയുന്നത് അൺതിങ്കബിളാണ്. ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്തതോ അന്ന് വരെ സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു ചിന്തയും എൻ്റെ ചിന്തയിൽ ഒരിടത്തും കടന്നു വന്നിട്ടില്ലാത്ത. താങ്കൾ പറഞ്ഞ പോലെ ശരിയാണ്, ലോകത്തെവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ ശരിയാണ്, വേറെ എവിടെയെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സത്യത്തിൽ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത് ഇങ്ങനൊന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ആദ്യം വിചാരണ നടക്കുന്ന കോടതിയിൽ വെച്ച് തന്നെ അവർ വെട്ടിത്തേച്ച് ചെറുതാക്കി ഇരുന്നിരിക്കണം എന്ന് അന്ന് എനിക്കത് അറിയില്ല. കാര്യം അന്ന് അങ്ങനെ ചിന്തിക്കത്തക്ക സാഹചര്യങ്ങളൊന്നും എനിക്കില്ല. ഇതവർ കോടതിയിൽ സാധാരണ ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ പലതരത്തിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മിസ്ലീഡ് ചെയ്യാനായിട്ട് പ്രതിഭാഗം വക്കീലന്മാർ പല ട്രിക്സും പ്രയോഗിക്കാറുണ്ട്. അതിൽ ഇതാണ് ഇങ്ങനത്തെ ഷോക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ചിലപ്പോൾ അതിൽ യാതൊരു മീനിങ്ങും കാണില്ല, ചിലപ്പോൾ അതിൽ ബിയോണ്ടായിട്ട് നമുക്ക് ചിന്തിക്കത്തക്ക ഒരു കാര്യവും കാണില്ല. വെറുതെ നമ്മളെ ഒന്ന് ഷേക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ ഒരു ചോദ്യമായിട്ടേ ഇത് കരുതിയുള്ളൂ. പക്ഷേ അവരത് ഇപ്പോൾ ആലോചിക്കുമ്പോഴെന്നല്ല, ഇതിനു മുമ്പ് തന്നെ ഇത് അവിടെ വെച്ച് ഈ ചോദ്യം ചോദിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് പുറത്തിറങ്ങി ആൻ്റണി രാജു പറഞ്ഞല്ലോ, ബോംബ് വെച്ച് ഞങ്ങളിതിലൊരു ബോംബ് വെച്ചിട്ടുണ്ട്, ഈ കേസിൻ്റെ ട്രയൽ കഴിയുമ്പോൾ ഇത് പൊട്ടും എന്ന് പറഞ്ഞു. അപ്പോഴും ഇങ്ങനെയൊരു ചിന്തയിലൊന്നും തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അന്ന് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ രാജസേനോട് ഞാനത് പറയുകയും ചെയ്തു. രാജസേനും പറഞ്ഞത് എന്താണ്, അദ്ദേഹം പറഞ്ഞു, ഇത് നല്ല സ്ട്രോങ് കേസാണ് സാറേ. അവിടെ നിന്ന് അവർ ഈ പ്രഗത്ഭനായ കുഞ്ഞിരാമേനോൻ സാറിനെ ഈ ശ്രീമതി സെലിൻ വിൽഫ്രഡിനും ആൻ്റണി രാജുവിനും അഡീഷണലായിട്ട് ഈ
പുറത്തുനിന്ന് ഇങ്ങനെ ഹൈക്കോർട്ടിൽ നിന്ന് ഇത്ര പ്രഗത്ഭനായ ഒരാളിനെ കൊണ്ടുവന്നതിൽ നിന്ന് തന്നെ അവർ തീർച്ചയായിട്ടും ശിക്ഷ കിട്ടുമെന്ന് ഭയന്നിരിക്കുന്നു, അതുകൊണ്ടാണ്, അല്ലാതെ ഇതിൽ വെറുതെ പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തന്നെ ഞാനും വിശ്വസിച്ച് പോന്നു. ഇതുവരെ ഹൈക്കോടതിയിൽ ഇത് ഇട്ടുനോക്കി യോജിക്കുന്നില്ല, അങ്ങനെ ഈ കേസ് വിട്ടുപോയി എന്ന് പറയുന്നത് വരെ എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. ഇവിടെ വെച്ചത് ഈ വിചാരണക്കിടയിൽ ഇടിവിച്ചു നോക്കണമെന്ന് സാറ് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇടിവിച്ച് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ പറഞ്ഞത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അത് നടന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 2-1 അവിടെ നടന്നേനെ. ഇരിക്കേണ്ടി വരില്ലായിരുന്നു, ഉറപ്പായിട്ട് വരില്ലായിരുന്നു. അത് തീർച്ചയായിട്ടും അവിടെ വെച്ച് നടന്നിരുന്നെങ്കിൽ ഞാനത് ഇത് ഇട്ടു നോക്കുമ്പോൾ ചേരുന്നില്ല. അപ്പം തന്നെ ഞാൻ പറയും ഇതിൽ എന്തോ തിരിമറി നടന്നിട്ടുണ്ട്, വിചാരണ നിർത്തിവെക്കണം, ഈ തിരിമറിയെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് ഞാൻ ഹാജരാക്കിയ സ്പെസിഫിക്കേഷനിലുള്ള MO അല്ല, അല്ലെങ്കിൽ ഈ MOയിൽ എന്തോ രൂപഭേദം വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കയറാതിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ് എന്ന് ഞാൻ ഡെഫിനറ്റ്. അതുകൊണ്ടല്ലേ താങ്കളുടെ മുന്നിൽ സാർ പറഞ്ഞിട്ടും അവിടെ ചിടിവിച്ച് നോക്കാൻ അവർ ശ്രമിക്കാതിരുന്നത്? അവിടെ വെച്ച് അവർ വളരെ ക്ലെവറായിരുന്നു, കണ്ണിങ് ആയിരുന്നു. ക്ലെവർ എന്ന് പറഞ്ഞാലും പ്ലാൻഡ് ആയിരുന്നു, അവർ പ്ലാൻഡ് ആയിരുന്നു, കണ്ണിങ് ആണ് അത്. അതിൽ അവരുടെ കണ്ണിങ്നെസ് ആണ് അതിൽ കാണുന്നത്. അതായത് അവർക്കറിയാം ഇവിടെ ചോദിക്കാത്ത ഒരു പുതിയ ഫാക്റ്റും അവർക്ക് ഹൈക്കോടതിയിൽ അപ്പീലിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിവിടെ തൽക്കാലം ചോദിച്ചിട്ടിട്ട് അത് പ്രസ് ചെയ്യാതിരിക്കുക, ചോദിച്ച് രേഖയിലാക്കി എന്നിട്ട് അത് പ്രസ് ചെയ്യാതിരിക്കുക. അതിനുശേഷം ഹൈക്കോടതിയിൽ ഇതൊരു മറുപടിയും റെക്കോർഡ്സിൽ വന്നു. അത് ഭാഗ്യമായി, അതൊരു വലിയ ഭാഗ്യം. എനിക്ക് മനസ്സിലായി നെടുമങ്ങാട് ഇപ്പോൾ നടക്കുന്ന വിചാരണ കാണുമ്പോഴാണ്. അതെ, അത് ഭാഗ്യമായെന്ന് പറഞ്ഞാൽ ഞാൻ പോലും അത് സാധാരണ ഇപ്പോൾ നമ്മൾ കോടതിയിൽ മൊഴി കൊടുക്കുമ്പോൾ, സെഷൻസ് കേസായാലും സാധാരണ വലിയ കേസുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ 10, 40, 50 പേജൊക്കെ നമ്മുടെ ഡിപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പോൾ ഇതിൽ തന്നെ അനിൽ കണ്ടു കാണുമല്ലോ, എൻ്റെ 10-50 പേജ് ഡിപ്പോസിഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഡിപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് മുഴുക്കുകയും കോടതിക്കകത്ത് വെച്ച് ഓരോ വരി വീതം വായിക്കുന്ന ഒരു പതിവ് ആർക്കും ഇല്ല. എന്നാലും നമ്മൾ പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കും, ഓരോ പേജിലും അത് നോക്കിയിട്ടൊന്ന് ഒപ്പിടും. അങ്ങനെ ഏറ്റവും അവസാനം അതിൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുകയാണ് പതിവ്. ഞാൻ അങ്ങനെ ഒരു ഓടിച്ച നോട്ടം ഇതിലും നോക്കിയിരുന്നു എന്നല്ലാതെ എല്ലാ സെൻറ്റൻസും കാര്യമായി വായിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇമ്മീഡിയറ്റായിട്ട് ഡിപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റിനായിട്ട് അപ്ലൈ ചെയ്തു. അത് കിട്ടി, അതിൽ ഞാൻ എടുത്ത ഏറ്റവും ആദ്യം നോക്കുന്നത് ഇതാണ്. അത് കണ്ടതോടെ എനിക്ക് ആശ്വാസമായി. ഞാൻ ചോദിച്ചത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് ആരോപിക്കപ്പെട്ടതുപോലെ പോലീസ് തന്നെ തിരിമറി നടത്തിയിരുന്നു എന്നാണെങ്കിൽ ഒരു കാരണവശാലും സാർ അവിടെ വെച്ച് അത് ഇടിവിച്ചു നോക്കണമെന്ന് പറയില്ല. അത് പറഞ്ഞത് രേഖയിലുണ്ടായത് ഏറ്റവും വലിയ ഭാഗ്യം. അതെ. പിന്നീട് ഹൈക്കോടതി പോകുമ്പോൾ സാറിന്റെ സാന്നിധ്യം അവിടെ ഇല്ല. അവിടെ വെച്ച് അവർ ഇടിവിച്ചു നോക്കാൻ അവർ തന്നെ ആവശ്യപ്പെട്ടു. എന്റെയോ മറ്റ് സാക്ഷികളുടെയോ സാന്നിധ്യം അവിടെ ഇല്ല. അപ്പോൾ അവിടെ വെച്ച് അത് ഇടിവിച്ചു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആവശ്യപ്പെട്ട് അവിടെ പ്രസ് ചെയ്തു. ഇവിടെ പ്രസ് ചെയ്തില്ല. പ്രസ് ചെയ്ത് ഇവിടെ വെറുതെ ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. പ്രസ് ചെയ്തത് അവിടെ വെച്ചാണ്. അവിടെ വെച്ച് പ്രസ് ചെയ്തു, അത് ഇടിവിച്ച് നോക്കി, യോജിച്ചില്ല, പ്രതിയെ വിട്ടു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു പ്ലാനിങ്ങും ഒരു ഗൂഢാലോചനയും ഒരു വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടെന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ വിചാരണ നടക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് കേസ് 1990 ഏപ്രിൽ മാസത്തിൽ നടക്കുന്നു. വിചാരണയ്ക്ക് വരുന്നതിന് മുമ്പ് 8-ാം മാസത്തിൽ ഈ തൊണ്ടി വസ്തുവായ അണ്ടർവെയർ അവരോട് എടുത്തുകൊണ്ട് പോകുന്നു, വെട്ടിത്തേച്ചതാക്കി 12-ാം മാസം തിരികെ കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം വിചാരണ നടക്കുമ്പോൾ ഇത് പ്രതിക്ക് ചേരില്ല എന്ന് പേരിനെന്ന് പറഞ്ഞു വെക്കുന്നു. ഇടിവിച്ച് നോക്കണമെന്ന് സാർ ആവശ്യപ്പെടുന്നെങ്കിലും അവരത് ചെയ്യുന്നില്ല. അവർ ചെയ്തിരുന്നെങ്കിൽ ആ വിചാരണ അവിടെ നിർത്തിവെച്ച് ഈ അന്വേഷണത്തിലേക്ക് പോകുമായിരുന്നു. അത് ചെയ്യാതെ അവർ കോൺഫിഡന്റ് ആയി പിന്നീട് ഹൈക്കോടതി ചെന്നപ്പോൾ ഇടിവിച്ചു നോക്കണം ആവശ്യപ്പെടുന്നു. സാറിന്റെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ ഇട്ടുനോക്കുന്നു, പ്രതി രാജ്യം വിടുന്നു. ഇത് വളരെ ക്ലവറായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ കൊണ്ടുവന്ന ഒന്ന്. ഇങ്ങനെ എവിടെയെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നല്ല, എവിടെയെങ്കിലും ഈ തരത്തിൽ അണ്ടർവെയർ എന്നുള്ളത് പോട്ടെ, മറ്റേ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ തൊണ്ടി മാനിപ്പുലേഷൻ നടത്തിയ ഒരു കേസ് കേട്ടിട്ടുണ്ടോ? ഞാൻ സത്യത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. ഇതിനു മുമ്പോ പിമ്പോ ഇങ്ങനെ നടന്നതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ തൊണ്ടികളിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ കോടതികളിൽ ചില ഇതൊക്കെ തിരിമറികളൊക്കെ ഇങ്ങനെ നടന്നു. അത് കോടതിക്കുള്ളിൽ ഇങ്ങനെ നടന്നതായിട്ടൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ ഞാൻ അനിലിനോട് ചോദിക്കുന്ന ഒരു കാര്യം, അനിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് ഇവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെട്ട ഇതെല്ലാം കാണിച്ച് നമ്മളെ കൊഞ്ഞനം കുത്തിയിട്ട് അയാൾ തിരിച്ച് അയാളുടെ രാജ്യത്ത് പോയി.
അയാൾ ആ രാജ്യത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ എന്തായിരിക്കും? നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മുടെ ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം, നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും പോലീസിങ്ങിനെ കുറിച്ചും കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ ഇതൊരു ബനാന റിപ്പബ്ലിക് പോലാണെന്ന്. അങ്ങനെയല്ലേ? അതെ, അതായത് സംശയം അങ്ങനെയാണല്ലോ. അയാൾ മറ്റൊരു കേസിൽ പെടുമ്പോൾ ഒരു ഹബിച്വൽ ഒഫൻഡർ ആയിരുന്നു, അതിന് വ്യക്തം. ചെറിയ കേസല്ല, ഇതൊരു ലഹരി മരുന്ന് കേസ്, അതൊരു കൊലപാതക കേസ്. ആ കൊലപാതക കേസ് കിടക്കുമ്പോൾ സഹ തടവുകാരനാണ് അയാൾ. പൊങ്ങച്ചം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അത് ഞാനവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ട് ക്ലർക്ക് ഓഫ് കോർട്സിനെ ബ്രൈബ് ചെയ്ത് അണ്ടർവെയർ സ്വാപ്പ് ചെയ്ത് രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഭീകരമായ ഒരു കാര്യമാണത്. അത് പറഞ്ഞതുപോലെ പക്ഷേ അവിടുത്തെ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് അത് അവിടുത്തെ രേഖയാക്കി എത്രയും വേഗത്തിൽ ഇവിടെ എത്തിച്ചു. പക്ഷേ അത് കൈവച്ചുകൊണ്ടാണ് നമ്മുടെ പോലീസുകാർ ഞാൻ പറയാണ്. അതാണ് എനിക്ക് തന്നെ അത് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. അതിവിടെ വന്നിട്ട് ആരും കാണാതെ കിടന്ന് 2002 കേസ് എഴുതി ഒന്നുമില്ല. ഇതെല്ലാം ഈ കേസ് എഴുതി തള്ളുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പക്കലുണ്ട്. ഇത്രയും ഉണ്ടായിട്ടാണ് അദ്ദേഹം അന്ന് എഴുതി തള്ളിയത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാത്തത് മരിച്ചുപോയ ആളിനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സത്യത്തിൽ ഞാൻ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇത് പറയണം എന്ന് അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു പറയണമെന്ന് ഞാൻ വിചാരിച്ചാണ്. ഞാനത് പറയുന്നില്ല. അതുപോലെ തന്നെ ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഇതിലെ രണ്ടാം പ്രതി തന്നെ ഈ അടിവസ്ത്രം തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 മാസത്തുമ്പോൾ തിരിച്ചു കൊണ്ട് വെക്കുന്നു. ഇത് കോടതിയിൽ തൊണ്ടി രജിസ്റ്ററിൽ രേഖയായിട്ട് അയാൾ എഴുതി ഒപ്പിട്ടത് കിടക്കുമ്പോൾ എങ്ങനെയാ ഇത് എഴുതി തള്ളി കളയാൻ കഴിയുക? അതിൽ 2 ആസ്പെക്ട്സ് ആണ് എന്നെ ശരിക്കും ചിന്തിപ്പിച്ചത്. ഒന്ന്, ഈ ഇത്രയും വലിയൊരു തെളിവ് അവശേഷിപ്പിച്ചിട്ട് അത് പോലീസിന് മുന്നിലുണ്ടായിട്ടും ഇത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് എഴുതി കളയണമെങ്കിൽ അയാൾ എന്തെങ്കിലും ഒന്നുകിൽ വലിയ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് കാണണം, അല്ലെങ്കിൽ മറ്റെന്തോ കാര്യമായ പ്രേരണയോ മറ്റ് പ്രയോജനങ്ങളോ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിങ്ങനെ എഴുതി തള്ളാൻ ആരെക്കൊണ്ടും പറ്റില്ല. അത് ശരിക്കും ഒട്ടും നീതിയുക്തമായ പ്രവൃത്തിയേ അല്ല ഒരിക്കലും. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് എനിക്ക് തോന്നുന്നത്, ഇത് എന്തായാലും ഇത്ര ദിവസം കോടതിയിൽ നിന്ന് പുറത്തു പോയി ട്രയലിന് മുമ്പ്, എന്നിട്ട് തിരിച്ചു വന്നു. ഇതെന്തായാലും കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമല്ലേ? അത് എന്നെ നോട്ടിഫൈ ചെയ്യേണ്ട കാര്യമില്ലേ എന്നുള്ളത് എൻ്റെ ഒരു ന്യായമായ ചോദ്യമാണ്. അതായത് ട്രയൽ നടക്കുന്നതിന് മുമ്പ് ഇത് പ്രതിഭാഗത്തിൻ്റെ കയ്യിൽ ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റ് എത്തിയിരുന്നു എന്നുള്ള കാര്യം ഞാൻ ട്രയലിൽ ഇന്നസെൻ്റായിട്ട് ഇത് കോടതിയിൽ ഭദ്രമായി ഇരിക്കുന്നു എന്ന് കരുതി മൊഴി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് തന്നെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ തൊണ്ടി വസ്തു അവർക്ക് ചേരില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് കൂട്ടി വായിക്കാൻ പറ്റുമായിരുന്നു. ഈ ചലഞ്ച് ഉണ്ടാവില്ലായിരുന്നു. ഈ ചലഞ്ച് പ്രതിഭാഗത്തിന് നടത്താൻ ഒരിക്കലും പറ്റില്ലായിരുന്നു. അതാണ് അതിൻ്റെ സത്യം. അവരങ്ങനെ ഒരു ചലഞ്ചുമായിട്ട് വരില്ലായിരുന്നു. കാര്യം ഇത് അവർക്ക് തന്നെ ബൂമറാങ് ചെയ്യുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇങ്ങനെയല്ല ജുഡീഷ്യറി അഡ്രസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ കിടക്കുകയാണ്, ഇപ്പോഴും കിടക്കുകയാണ്. അതിനുശേഷമാണ് പിന്നീട് 2006 കുറ്റപത്രം തയ്യാറാക്കി ഈ 2 പ്രതികളെ ചേർത്ത് കോടതിയിൽ കൊടുത്ത ശേഷം 16 വർഷം വീണ്ടും 2 കോടതിയിലേക്ക് കിടന്നു. അതിനുശേഷമാണ് ഇതിന്റെ രേഖ എടുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എന്നെ തടസ്സപ്പെടുത്താനുള്ള പിന്നീടുണ്ടായ ശ്രമങ്ങൾ. അതെ. സത്യത്തിൽ താങ്കളുടെ മാധ്യമ സിൻഡിക്കേറ്റ് ഇതിൽ എനിക്ക് വളരെ അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. അതായത് എന്തോ ഒരു നിമിത്തം പോലെ താങ്കൾ എൻ്റെ മുന്നിൽ വന്ന് പെടുന്നു. ഞാൻ താങ്കളെ ഒട്ടും തന്നെ ഇതാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് താങ്കൾ ഈ രേഖകളുമായിട്ട് വരുന്നു. അങ്ങനെ അതൊരു അനിലിങ്ങനെ ഇത്രയും പെർസിസ്റ്റൻ്റായിട്ട് ഞാൻ സത്യത്തിൽ ഞാൻ അനിലിനെ മുഹസ്സുദ്ദീനും പറയല്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് വളരെ പെർസിസ്റ്റൻ്റായിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ആദ്യമായിട്ടാണ് എൻ്റെ മുന്നിൽ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. എനിക്ക് വളരെ അതിശയം തോന്നിയത് ഈ കേസിൻ്റെ ട്രയൽ എല്ലാ വെള്ളിയാഴ്ചയുമാണ് നടന്നുകൊണ്ടിരുന്നത്. അനിൽ എനിക്ക് കഴിഞ്ഞ വിചാരണ 99% ദിവസങ്ങളിലും അനിൽ ഈ ട്രയൽ നടക്കുന്ന ദിവസങ്ങളിൽ അവിടെ നെടുമങ്ങാടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും നമ്മൾ തമ്മിൽ ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു, സാർ ഞാൻ ഇന്നലെ പോയിരുന്നു, ട്രയൽ ഇന്നത് നടന്നു. ഞാൻ അതിശയിച്ചു പോയി. ഈ തിരുവനന്തപുരത്ത് കിടക്കുന്ന ഞാൻ പോയി നോക്കിയിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് അനിൽ ഇത്രയും യാത്ര ചെയ്ത് അന്വേഷിച്ചു പോകേണ്ട ആ ഒരു ഘട്ടം കഴിഞ്ഞു. മാധ്യമപ്രവർത്തനങ്ങളൊക്കെ എൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ എങ്കിലും എനിക്ക് ഇറ്റ് ഹാസ് ടച്ച് മൈ ഹാർട്ട്. അതായത് അത് ശരിക്കും
ഒരു വലിയ അതായത് ഒരു ഫോളോ അപ്പിൻ്റെ ഒരു അങ്ങേയറ്റമായിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു യു. ഫോളോ അപ്പ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതെ, അത് എനിക്കിപ്പോൾ എൻ്റെ സഹപ്രവർത്തകരടക്കമുള്ള ജേർണലിസ്റ്റുകൾ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ ഒരു പത്രപ്രവർത്തകനും ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് ഒരു ന്യൂസ് വന്നു കഴിഞ്ഞ് ഈ ന്യൂസിന് പിന്നിൽ വീണ്ടും ഇതിന് വ്യാപ്തിയുണ്ട്, ഇതിൻ്റെ ഡെപ്ത് അത് ഗംഭീരമാണ്. അതായത് ആ ഡെപ്ത് ഞാൻ പറയുന്നു, ഇനിയെങ്കിലും മാധ്യമപ്രവർത്തകർ അത് ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ തോന്നൽ. അല്ല, അതിൽ തുറന്നു പറയുകയാണെങ്കിൽ എന്നെ ഡ്രൈവ് ചെയ്തൊരു ഫോഴ്സ് എന്ന് പറയുന്നത്, ഞാനിത് മുമ്പ് ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഈ രേഖകളെല്ലാം വെച്ച് സംസാരിക്കുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇത്ര വർഷം പഴക്കമുള്ള കേസല്ലേ, അയാൾ മന്ത്രിയായിട്ട് കാട്ടിയ അഴിമതിയൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതിന്റെ പുറകെ പോകുന്നത് എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു. അതെനിക്ക് നന്നായി ഫീൽ ചെയ്ത ഒന്നാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു വലിയൊരു ക്രൈം കമ്മിറ്റ് ചെയ്ത് ഇത്ര വർഷം കഴിയുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി പോയി, ഇനി അയാൾ എന്തെങ്കിലും ആവട്ടെ, അയാൾ ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ ആരെയാണ് കബളിപ്പിച്ചിരിക്കുന്നത്, എന്ത് തരം കേസാണ്, ലഹരി പോലൊരു കേസ് കോടതിയെ കബളിപ്പിച്ചിട്ട് ഇത്രയും വിദഗ്ധമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയൊരു ക്രൈം, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതെന്നോ നടന്ന ഒന്നല്ലേ പോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് നമ്മുടെ ഇവിടെ നിയമവാഴ്ച റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ പ്രതികളെ ശിക്ഷിപ്പിക്കുക എന്നുള്ളത് ഒന്നുമല്ല, ഇതിന്റെ ഒരു പരിസമാപ്തി വേണം. റൂൾ ഓഫ് ലോ ഉറപ്പാക്കുന്ന തരത്തിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. പ്രതികളെ വിട്ടയച്ചാൽ അങ്ങനെ, അതല്ലെങ്കിൽ ശിക്ഷിച്ചാൽ അങ്ങനെ, എന്തായാലും ഒരു പരിസമാപ്തി വേണമെന്നുള്ളത് നമ്മൾ ഒരുമിച്ച് ആലോചിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ഈ വിധി വന്ന ശേഷവും പലപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ വിധിയിന്മേൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ശ്രീ ആൻ്റണി രാജുവിനോ അല്ലെങ്കിൽ ജോസിനോ ഒന്നും ശിക്ഷ മേടിച്ചു കൊടുത്തു എന്നുള്ളതിലല്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം റൂൾ ഓഫ് ലോ നടന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ലോ ഓഫ് ദ ലാൻഡ് അത് സുപ്രീമാണ്. നമ്മളെല്ലാം അതിന് താഴെയാണ്. ഇന്ത്യയിലെ ഓരോ പൗരനും അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്ന പൗരൻ അല്ലാത്തവർ പോലും നമ്മുടെ ലോ ഒബേ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. കണക്ക് പറഞ്ഞേ പോകാൻ പാടുള്ളൂ. അത് വലിയവനെന്നോ ചെറിയവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവും അതിൽ പാടില്ല.